Good morning, children. Can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ മിസ്സിനെ? ഉണ്ടല്ലേ? ആദ്യം തന്നെ സ്റ്റക്ക് ആയ പോലെ ഇരിക്കുവാണ് നിങ്ങൾ എല്ലാവരും. ഇപ്പം ശരിയായി. എല്ലാവർക്കും എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടിയോ? സിലബസ് കിട്ടിയോ? കിട്ടിയല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? നന്നായിട്ട് പഠിക്കണം. എഴുതി പഠിക്കണം. നമുക്ക് ആദ്യം ഫസ്റ്റ് പീരിയോഡിക്കൽ മുഹമ്മദ് സാദിന് കിട്ടിയില്ല? ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ, നോക്കണേ. ഫസ്റ്റ് പീരിയോഡിക്കൽ എക്സാം ഉണ്ടായതുപോലെ തന്നെയാണ് ഇപ്പം സെക്കൻഡും ഉണ്ടാവുക. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലായിരിക്കും എക്സാം. അപ്പൊ ചോയ്സ് തരും. അപ്പൊ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചല്ല, തിരക്ക് കൂട്ടരുത് നിങ്ങള്. പേരൊക്കെ അടിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് ആൻസറും വായിക്കണം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. തിരക്ക് പിടിച്ചിട്ട് നിങ്ങൾ മാർക്ക് കളയരുത്. 2 മാർക്കിന്റെ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഒരെണ്ണം തെറ്റിയാൽ 2 മാർക്ക് പോയില്ലേ? അപ്പൊ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. തിരക്കൊന്നും വേണ്ട, സമയമുണ്ട്. പേരടിക്കുക, ലാസ്റ്റ് മാർക്കും നോക്കുക. അപ്പൊ തിരക്കൊന്നും ആക്കാതെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യനും ആൻസറും വായിച്ചതിന് ശേഷം എക്സാം എഴുതാം. All of you take your textbook. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞില്ലല്ലോ. എവിടെ വരെ എത്തിയത്? യാ, രാ, ലാ വരെ എത്തിയോ? ഇല്ല, യാ, രാ വരെ എത്തി അല്ലേ? കറക്റ്റ് ആണോ? യാ, രാ, അതെ. യാ സേ യതി, യാ സേ യന്ത്ര, യാ സേ യജ്ഞ, രാ സേ രബട്, രാ സേ രഥ്, രാ സേ രവി. ഇതാണ് പഠിച്ചത് അല്ലേ? ഇന്ന് പഠിക്കുന്ന എന്താണ്? ല. ഏതാ അക്ഷരം? ല. മലയാളത്തിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? യാ, രാ, ല, വ, ച, ഷ, സ, ഹ. മലയാളത്തില് അല്ലേ? അത് കഴിഞ്ഞിട്ട് അക്ഷരം ഉണ്ട് ല, ഴ, റ. ഹിന്ദിയിൽ വരുമ്പം ല, ഴ, റ എന്നുള്ള അക്ഷരങ്ങളൊന്നുമില്ല, ഹ വരെ ഉള്ളൂ. അപ്പം യ, രാ പഠിച്ചു. അടുത്തത് ല. അക്ഷരം ഏതാണ്? ല. കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കുക. ഏതാ അക്ഷരം? ല. ല. ല സേ ലഡ്ഡു, ല സേ ലഹ്സുൻ, ല സേ ലഡ്കി അല്ലേ? ല സേ ലഡ്ഡു. എന്താ ലഡ്ഡു എന്ന് പറഞ്ഞാല്? ലഡു അല്ല അല്ലെ? ലഡു അല്ല, ലഡ്ഡു. ലഡ്ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ്, പമ്പരം. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ LKG പമ്പരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഞാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ. കുറെ പേര് ഉണ്ടാക്കി കാണിച്ചു. ഇപ്പൊ ലഡ്ഡു എന്ന് പറഞ്ഞ ടോപ്പാണ്, പമ്പരം. നമുക്ക് എങ്ങനെയാ വീട്ടിൽ പമ്പരം ഉണ്ടാക്കാൻ പറ്റുക? കപ്പയുണ്ടല്ലേ? നമുക്ക് നമ്മുടെ നാട്ടിൽ കപ്പയില്ലേ ഇഷ്ടം പോലെ? കപ്പയുടെ കായുണ്ട് അല്ലെ? ഒരു പച്ച കായ ഉണ്ടാവും അതിന്. ആ കായ പറിച്ചെടുത്തിട്ട് അതിന്റെ തൊലി കളഞ്ഞ് അതിന്റെ അകത്തൊരു വെളുത്തൊരു കായ ഉണ്ടാവും. അന്നിപ്പോ അതിന് ഒരു ഈർക്കിൽ കുത്തി കൊടുത്താല് നല്ല പമ്പരമായിട്ട് കറക്കാം നമുക്കത്. തിരിച്ചും കറക്കാം, നേരെ പിടിച്ചിട്ടും കറക്കാം. നല്ല രസം ഉണ്ടാവും നിലത്ത് ഇങ്ങനെ കറക്കുമ്പോ പമ്പരം കറങ്ങുന്ന പോലെ. കടകളിലൊക്കെ കിട്ടും അല്ലെ? അല്ലാതെ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചെടുത്ത് നമുക്ക് പമ്പരം ഉണ്ടാക്കാം. ആക്കി നോക്കൂ കേട്ടോ. ലഡ്ഡു. ലാസ്റ്റ് ലഹ്സുൻ. എന്താ ലഹ്സുൻ? വെളുത്തുള്ളി ഇല്ലേ? വെളുത്തുള്ളി. എന്തിനാ നമുക്ക് വെളുത്തുള്ളി? എന്തിനാ ജിയോടെ ലഹ്സുൻ വെളുത്തുള്ളി എന്തിനാ? കണ്ടിട്ടുണ്ടോ? വെളുത്തുള്ളി കണ്ടിട്ടുണ്ടോ? എവിടെയാ കിട്ടുന്നത്? എവിടെയാ കിട്ടുന്ന വെളുത്തുള്ളി? വീട്ടിലുണ്ടോ? കടയിന്ന് വാങ്ങും അല്ലെ? എന്തിനാ വെളുത്തുള്ളി? എന്തിനാ? എന്താ അതിന്റെ കളറ്?
വെളുപ്പ അല്ലേ? വേറെ എന്തോ ഉള്ളി ഉണ്ടല്ലോ, അതറിയാം നിങ്ങൾക്ക്? സവോളയുണ്ട് അല്ലേ? വലിയ ഉള്ളിയുണ്ട്. അപ്പൊ ലഘുസു എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് അല്ലേ? കറികളിലൊക്കെ നമ്മൾ ഇടുന്ന ഉള്ളിയാണ് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വെളുത്ത കളറാണ്. നിങ്ങൾ നോക്കിക്കോ കേട്ടോ. കണ്ടിട്ടില്ലാത്തവര് വീട്ടില് ഉണ്ടാവും, അമ്മയുടെ പച്ചക്കറി പാത്രത്തിലുണ്ടാവും ലഘുസുൻ. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ പേരെന്താണ്? ലഘുസുൻ. ലാസെ ലഘുസുൻ. മുഹമ്മദ്, നസീം മുഹമ്മദ്, ലിസൺ ഹിയർ. നസീം, അലൻ ജോസഫ്, ലിസൺ. ലാസെ ലഡ്ഡു. All of you say. ലാസെ ലഹുസുൻ. ലാസെ ലഡ്കി. ആരാണ് ലഡ്കി? ഇവിടെ എത്ര ലഡ്കികൾ ഉണ്ടെന്ന് കൈ ഉയർത്താമോ? ലഡ്കി എന്ന് പറഞ്ഞ പെൺകുട്ടി അല്ലേ? എത്ര ലഡ്കീസ് ഉണ്ട്? കുറേ പേരുണ്ട്. ഇപ്പൊ ബോയ്ക്ക് എന്താ പറയാ? ലഡ്കി എന്ന് പറഞ്ഞ ഗേള്. ബോയ്ക്ക് എന്താ പറയാ? ലഡ്ക. ലഡ്ക. ലഡ്കയൊക്കെ കൈവക്കിക്കേ. ഹാൻഡ്സ് അപ്പ്. ലഡ്ക. ബോയ്. ബോയ്സ് ആണ് ലഡ്ക. ബോയ്സ് ലഡ്ക, ഗേൾസ് ലഡ്കി. ആരാണ്? ലഡ്കി. ഇവിടെ ഒരു പെൺകുട്ടീനെ കാണിക്കുന്നത് അല്ലേ? ആ പെൺകുട്ടിന് ഹിന്ദിയിൽ എന്താ പറയാ? ലഡ്കി. സർഗ കണ്ടു. സർഗ ലഹ്സുൻ എടുത്ത് കാണിച്ചു മിസ്സിന്. അതാണ്. ലിസൺ. all of you say. അർജുൻ രാജേഷ്. ലാസെ ലഡ്ഡു. ലാസെ ലഹ്സുൻ. ലാസെ ലഡ്കി. Arjun Rajesh, listen here. Don't write now. Listen. ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഫിയോണ മരിയ, please on your video. Okay, all of you listen here. ലാസെ ലഡ്ഡു. ലാസെ ലഹ്സുൻ. ലാസെ ലഡ്കി. Once more. ലാസെ ലഡ്ഡു. അലൻ ജോസഫ്. അലോൺ ജോസഫ്. എവിടെ നോക്കിയിരിക്കുന്നേ? ലാസെ ലഡ്ഡു. ലാസെ ലഹ്സുൻ. ലാസെ ലഡ്കി. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവരൊക്കെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വഴക്ക് പറയും. ഇപ്പൊ ലാ എങ്ങനെയാ എഴുതുന്നത് അറിയോ? ലാ എഴുതാൻ അറിയോ നമ്മൾക്ക്? ഇല്ല. എഴുതാൻ പഠിക്കുവാണ് അല്ലേ? all of you take your അക്ഷർദീപ്. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാത്തവര് കുറെ പേരുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലേക്ക് വരുന്നില്ലേ? വീട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യണേ ഗ്രൂപ്പില്. അല്ലെങ്കിൽ മിസ് വീട്ടിൽ വന്നിട്ട് വഴക്ക് പറയും. ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് എഴുതി വെക്കുക കേട്ടോ. അക്ഷരദീപത്തിലൊക്കെ കുറെ പേര് എഴുതാത്തവരുണ്ട്. ഇപ്പൊ ലായാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ? ഇങ്ങനെ ലായ എഴുതുക. മിസ്സിന് കാണുന്നില്ലേ? ഓക്കെ, ലിസൺ ഹിയർ. ലാ ഇങ്ങനെ എഴുതുക. എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു റാ പോലെ അല്ലേ? റാ പോലെ ഇങ്ങനെ തന്നെ എഴുതണേ. ലിപി ഇങ്ങനെ. ക്രിസ്റ്റോ ജോൺ, ലിസൺ ഹിയർ. ക്രിസ്റ്റോ, റേഞ്ചിന്റെ പ്രശ്നം തോന്നുന്നു. കണ്ടോ? റാ പോലെ എഴുതി എന്നിട്ട് കുഞ്ഞു വര മുകളിലോട്ട് വരച്ചു. എന്നിട്ട് അതിന് മുട്ടിച്ചൊരു വര താഴോട്ട് ഉണ്ടോ? എന്നിട്ട് ലാസ്റ്റ് മുകളിലും വരയ്ക്കും. ഇങ്ങനെ തന്നെ എഴുതുക. റഫായിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്തേ. അമ്മമാരെ അടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ റഫായിട്ട് എഴുതിയെടുക്കുക. പിന്നെ കുട്ടികളെ അക്ഷരദീപത്തിൽ എഴുതുമ്പോ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ല മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ല അല്ല, ഈസിയാണ്. ഇങ്ങനെ തന്നെ തുടങ്ങണം.
എന്നിട്ട് എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തില് ഇന്നത്തെ ഡേറ്റ് ഇടുക. അക്ഷരദീപത്തിലെ പിക്ചർ എന്താണ്? ഒന്ന് കാണിച്ചു തരുമോ മിസ്സിനെ? അക്ഷരദീപത്തിലെ പിക്ചർ എന്താണ് കൊടുത്തിരിക്കുന്നത്? ലടുക്കി അല്ലെ? ലാസെ ലടുക്കി. നിങ്ങൾ ഇതിന്റെ മുമ്പിലത്തെ പേജ് എടുത്തേ. രാസെ രവി, അത് പഠിച്ചില്ലേ? രാസെ രബൺ, രാസെ രഥ് അല്ലെ? അതിലെ അക്ഷരദീപത്തിൽ എന്താ കൊടുത്തിരിക്കുന്നേ? ഒരു കയറ് കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിനെന്താ പറയുന്നത് അറിയോ? രാസെ രസി, രസി എന്നാണ് പറയാ. രാസെ രസി. ഓൾ ഓഫ് യു സേ രാസെ രസി. രസി എന്ന് പറഞ്ഞാല് കയറ്, റോപ്പ്. അപ്പം ഇന്ന് പഠിച്ചെന്താണ്? ലാസെ ലട്ടു, ലാസെ ലടുക്കി, ലാസെ ലഹുസുൻ. അപ്പം ഇന്ന് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? എല്ലാവരും തന്നെ അമ്മയോട് പറഞ്ഞിട്ട് കപ്പയുടെ കാ പറിച്ചിട്ട് പമ്പരം ഉണ്ടാക്കണം കേട്ടോ. പമ്പരം ഉണ്ടാക്കിയിട്ട് ഒന്ന് മിസ്സിനെ കാണിക്കാം. നോക്കട്ടെ. ഇന്ന് മിസ്സിന് അമ്മ വഴക്ക് പറയുന്നുണ്ടാവും അല്ലെ? ഈ ടീച്ചർക്ക് ഒരു പണിയും ഇല്ല അല്ലെ? ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ഭംഗിയാ പമ്പരം ഇങ്ങനെ കറങ്ങുന്ന കാണാൻ. എഡ്വിൻ ജോസഫ് മിടുക്കൻ. ലാ എഴുതുമ്പോ ഉണ്ടല്ലോ മോനെ, മുഴുവനായിട്ട് മുകളിൽ വരച്ചേ. നല്ല നീളത്തിൽ വരച്ചേ. എങ്ങനെയാ നോക്കിയത്? ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇവിടുന്ന് തൊട്ടേ വരയ്ക്കണം മുകളില്. മോനെ ഇതിന് മാത്രമേ വരച്ചുള്ളൂ. അങ്ങനെയല്ല, ഇവിടുന്ന് തൊട്ടേ വരയ്ക്കണം. അടുത്ത അക്ഷരം എന്താണ്? ലായ് അല്ലെ? നോട്ട് ബുക്കില് നിങ്ങൾ ഫുൾ പേജ് എഴുതിയാലും കുഴപ്പമില്ല, ഹാഫ് എഴുതിയാലും കുഴപ്പമില്ല. പഠിക്കുന്ന ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ എഴുതിക്കോ കേട്ടോ. ഓക്കെ എഡ്വിൻ, ഓക്കെ മിടുക്കൻ. ഓക്കെ ലിസൺ ആൻഡ് റോസ്. ഗുഡ്. ഗൗരി നന്ദ കണ്ടു മോളെ. ആ മോളിലെ വര വരയ്ക്കുന്നുണ്ടല്ലോ ഗൗരി, മുഴുവനായിട്ട് വരച്ചേ. ജിയോണ, വെരി ഗുഡ്. മുഴുവനായിട്ട് വരച്ചേ ഗൗരി നന്ദ. മോളില് ജിയോണ നന്നായിട്ടുണ്ട്. ഓക്കെ കണ്ടു. പാർവണ എല്ലാരും എഴുതി കണ്ടു. ഓക്കെ ഓക്കെ ഗൗരി നന്ദ. വിശാൽ മിടുക്കൻ. ഓക്കെ നെക്സ്റ്റ് പാഠപുസ്തകത്തിലോട്ട് വന്നേ എല്ലാവരും. യാ രാ ലാ പഠിച്ചു അല്ലെ? അടുത്ത അക്ഷരമാണ് വാ. ഏതാണ്? വാ. പറഞ്ഞ എല്ലാവരും വാ. വാ സേ വട്. ഓളപ്പിസേ വാ സേ വട്. വാ സേ വൻ മാനുഷ്. വാ സേ വൻ. Once more. Va se vadu. Va se van manush. Shamil. Va se van. Okay. Va se vadu എന്ന് പറഞ്ഞ എന്താണ്? വട്. വട് എന്ന് പറഞ്ഞ ബനിയൻ ട്രീ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബനിയൻ ട്രീ? ഉണ്ട്. ബനിയൻ ട്രീയുടെ ആ ട്രീയുടെ താഴോട്ട് നോക്കിയാ ഒരു ഇങ്ങനെ നൂല് പോലെ കാണുന്നുണ്ടോ നിങ്ങള്? നിങ്ങളുടെ ബുക്കിൽ ശ്രദ്ധിച്ചേ. ബനിയൻ ട്രീ എന്ന് പറഞ്ഞ ആൽമരമാണ് അല്ലെ? നിങ്ങൾ ആൽമരം എവിടെയാ കണ്ടിട്ടുള്ളത്? ഇഷാൻ ഒന്ന് പറയാവോ? അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. അമ്പലത്തില്. അമ്പലത്തിൽ അല്ലെ? എന്നിട്ട് അതിന് ഈ പിന്നെ കയറ് പോലെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതില് തൂങ്ങാറുണ്ടോ? ഊഞ്ഞാലാടാറുണ്ടോ അതില് പിടിച്ചിട്ട്? ഇല്ല അല്ലെ? മിസ് ഉണ്ടല്ലോ, മിസ്സിന്റെ ചെറിയ കാലത്ത് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ, അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഈ കളരിയില് അവിടെയൊക്കെ ഉണ്ടാവും ആൽമരം, വലിയ ആൽമരം. മുത്തശ്ശി മരം എന്നൊക്കെ പറയും നമ്മള്. ഒരുപാട് വർഷമുള്ള പഴക്കമുള്ള ആൽമരമായിരിക്കും. അതിനിങ്ങനെ കയറ് പോലെ താഴോട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവും. നമ്മള് കൂട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടല്ലോ, അത് പിടിച്ച് ഇങ്ങനെ ഊഞ്ഞാല് പോലെ ആടും.
എന്റെ അച്ഛൻ പൈതൽമലയിൽ പോയിട്ട് തൂങ്ങിയായിരുന്നു. അതെയോ? ആൽമരത്തിലാണ്. അവിടെ ഉണ്ടോ? ബനിയൻ ട്രീ ഉണ്ടോ? ആ, നല്ല രസം അത്. ഊഞ്ഞാല് പോലെ ആടാം നമുക്ക്. നമ്മൾ എനർജി എടുത്ത് ആടുന്നതിന് കണക്കായിട്ട് നമുക്ക് കുറേ ദൂരം ഇങ്ങനെ ആടിപ്പോകും. നല്ല രസമാണ്. ഇപ്പോഴും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ അമ്പലത്തിൽ കയറിയിട്ട് നമുക്ക് ആൽമരത്തില് കയറി നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല അതൊന്നും. അത് നല്ലൊരു രസമുള്ള ഒരു പരിപാടിയായിരുന്നു അല്ലെ? ഇപ്പൊ നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും ഇവിടെ അമ്പലത്തിൽ കാണാം ആൽമരം. ആൽമരം എന്ന് പറഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടുന്ന ഇതാ അല്ലെ? ആൽമരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കുന്നൊക്കെ പറഞ്ഞേ, ശുദ്ധവായു. ഇപ്പം എങ്ങനെയാണ് ആ ആൽമരത്തിന്റെ ഇലയൊക്കെ കണ്ട നല്ല രസമില്ലേ കാണാൻ? ആലില അല്ലേ? അതെ അതെ. ഇപ്പം ചില സ്ഥലത്ത് മുത്തശ്ശി മരം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? അരയാല്, ആൽമരം എന്നൊക്കെ പറയും. അപ്പൊ അതാണ് ബനിയൻ ട്രീ. നെക്സ്റ്റ് നോക്കിയേ, വാസേ വൻമാനുഷ്. വൻമാനുഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇനി കണ്ടിട്ട് നമ്മളെ പോലെ ഉണ്ടല്ലോ, ആണോ? അർജുനെ, നമ്മളെ പോലെയുണ്ടോ കണ്ടിട്ട്? വൻമാനുഷിനെ കണ്ടിട്ട്? അവനില്ല എന്നാ പറയുന്നത്. അൺമ്യൂട്ട് ചെയ്തേ, കേക്കട്ടെ. അർജുൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ, അൺമ്യൂട്ട് ചെയ്തേ. അമ്മയിലെ അടുത്ത് മോൻ ചെയ്തോ? ഓക്കെ. മോൻ കണ്ടിട്ടുണ്ടോ? വൻമാനുഷിനെ കണ്ടിട്ടുണ്ടോ? അതെന്താ സാധനം? കൊരങ്ങൻ. കൊരങ്ങൻ. കൊരങ്ങൻ ആരാ? മങ്കി. മങ്കി അല്ലേ? കൊരങ്ങൻ എന്ന് പറഞ്ഞാൽ മങ്കി, അതാണ്. നമുക്ക് അത്രേ അറിയുള്ളൂ അല്ലേ? വൻമാനുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്തൊക്കെ എന്താ പറഞ്ഞേ? ആദ്യം നമ്മള് കൊരങ്ങനിൽ നിന്നാ മനുഷ്യരുണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അർജുനെ, നീ എന്താ തിരക്കിലാണോ? ചോദിച്ചത് വിഷമായോ? ആർ യു ബിസി? എന്തോ തിരക്കിട്ട പണിയാന്ന് തോന്നല്ലോ അവിടെ. ഇപ്പൊ എഴുതാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഡോണ്ട് റൈറ്റ് നൗ. ലിസൺ. നിങ്ങൾ ബിസി ആണെങ്കിൽ മിസ് ക്ലാസ് കട്ട് ചെയ്ത് പോയേക്കാം. നിങ്ങൾ നിങ്ങളെ ജോലി എടുത്തോ. പോണോ? വേണ്ട അല്ലേ? അപ്പം ഈ വൻമാനുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്കി തന്നെയാ അല്ലേ? അതെ. വേറൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വലിയ ക്ലാസ് എത്തുമ്പോ മനസ്സിലായിക്കോളൂ കേട്ടോ അത്. നെക്സ്റ്റ് വെക്കേ, വാസേ വൻ. വൻ എന്ന് പറഞ്ഞ എന്താണ്? വനം അല്ലേ? കുറേ വലിയ മരങ്ങളുള്ള വനം, വൻ. എന്താ ഈശാന എന്നെ ചിരിക്കുന്നേ? എന്തോ കോമഡി പറഞ്ഞവിടെ. എന്ന് പറയടാ, അൺമ്യൂട്ട് ചെയ്തേ. ഈശാൻ, ചിരി സഹിക്കാൻ പറ്റത്തില്ല. എന്താ? വേഗം പറ. എന്താ നീ കണ്ണാടി നോക്കുമ്പോ വൻമാനുഷിനെ കണ്ടു എന്നാണോ പറയുന്നത്? അല്ല, ഈശാൻ അങ്ങനെയാണോ പറഞ്ഞത്? നോ അല്ലേ? കഴിഞ്ഞ വർഷം നമ്മുടെ എന്താടാ കേക്കുന്നില്ല? പറയുന്നുണ്ടോ? ജിയോണ അല്ലേ കഴിഞ്ഞ വർഷം പറഞ്ഞ ഞാൻ മങ്കീനെ കണ്ടു കണ്ണാടി നോക്കുമെന്ന്? ജിയോണ പറഞ്ഞതല്ലേ? ആള് പറഞ്ഞ ജിയോണ ഞാൻ കണ്ണാടി നോക്കിയപ്പോ മങ്കീനെ കണ്ടുന്ന്. നിങ്ങളൊന്ന് പോയി നോക്കട്ടോ, കാണോ നോക്കട്ടെ. അല്ലേ എഡ്വിനെ ക്രിസ്റ്റി? കഴിഞ്ഞ വർഷം അവള് പറഞ്ഞില്ലേ LKG ന്ന്? അതെ പറഞ്ഞു. അല്ല നിങ്ങൾ ജിയോനോട് ചോദിച്ചു നോക്കിയോ പറഞ്ഞില്ലേന്ന്. അപ്പം എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചത്? നെയ്ജിൽ എന്താ 2 കൈയും പൊക്കിട്ട് ഹാൻഡ്സപ്പ് ആയിട്ട് നിൽക്കുന്നേ? ഞാൻ ഹാൻഡ്സപ്പ് പറഞ്ഞോ? അൺമ്യൂട്ട് ചെയ്തേ. അതെയോ?
അവൻ കുരങ്ങിന് പഴം കൊടുത്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ ഒന്ന് എല്ലാരും വായിച്ച്. ഓക്കെ. ഗോറില്ല, അതന്നെ ഗോറില്ല. ലിസൺ. Was a word. Was a one manush. Was a one. ഇന്ന് പഠിച്ചേതൊക്കെയാണ്? ലാസെ ലഡ്ഡു. ലഡ്ഡു അല്ല മോനെ, ലഡ്ഡു. ലഡ്ഡു എന്ന് പറയണം കേട്ടോ. ലഡ്ഡു. ലാസെ ലഹ്സുൻ. ലഹ്സുൻ. ലാസെ ലഡ്കി. വാസെ വഡ്. വാസെ വൻ മാനുഷ്. വാസെ വൻ. വാസവൻ. എഡ്വിനെ പണിക്ക് പോവാനായോ? സമയായോ? പുറത്തോട്ട് നോക്കിയിരിക്കുന്നേ. ആടിന് തീറ്റ കൊടുക്കാൻ പോണെന്ന്. ഇപ്പൊ വിടാ കേട്ടോ. അപ്പൊ എന്താ ചെയ്യണ്ടേ? അതെയോ? നിങ്ങൾ എന്നപ്പോ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തില് വായ എഴുതണം. അക്ഷരദീപത്തിൽ എന്താ പിക്ചർ കൊടുത്തിരിക്കുന്നേ? വാസെ വട്, വൻ മാനുഷ്, വൻ. വേറെ എന്തെങ്കിലും പിക്ചർ ആണോ അക്ഷരദീപത്തില്? ലാസെ അല്ല, വാസെ. വാസെ വട്, വാസെ വൻ മാനുഷ്, വാസെ വൻ. ഒന്ന് അക്ഷരദീപം കാണിച്ച മക്കളെ, ആരെങ്കിലും ഒരാള്. അക്ഷരദീപ് വൻ ആണല്ലേ? വാസെ വൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിൽ ഇത് എഴുതണം. നോട്ട് ബുക്കിൽ 2 അക്ഷരം ഹാഫ് പേജിൽ വെച്ച് എഴുതിയാൽ മതി. ലാസെ ലാ എഴുതുക, ഫസ്റ്റ് ഹാഫ് പേജ് എഴുതുക, രണ്ടാമത്തെ ഹാഫില് വായു എഴുതുക. അപ്പൊ ഫുൾ പേജ് എഴുതുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അവർ നന്നായിട്ട് അക്ഷരം പഠിക്കും. എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഹാഫ് പേജ് വെച്ച് എഴുതുക. ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. സമയം പെട്ടെന്ന് പോയല്ലോ, നമ്മുടെ വായിപ്പിക്കാൻ പറ്റില്ല. അടുത്ത പീരീഡ് വായിപ്പിക്കാം കേട്ടോ. ജിയോണ പ്രസന്റ് പറഞ്ഞു കേട്ടോ. അലോൺ, മുഹമ്മദ് സാദ്, ധ്യാൻ PV, അംന ഫാത്തിമ, സർഗ സജിദ്, അനയ റോസ്, അഭിരാമി, ഭവിക, ധനലക്ഷ്മി, ഗൗരി നന്ദ, പാർവണ, എഡ്വിൻ ജോസഫ്, നെയ്ജൽ, വൈഷ്ണവ്, ഫിയോണ മരിയ, ആദിനാഥ്, ക്രിസ്റ്റോ ജോൺ, അർജുൻ രാജേഷ്, ആരോമൽ, ഇലോൺ ഉല്ലാസ്, ദേവപ്രിയ, ക്രിസ്റ്റി ജോസഫ്. ഇന്ന് സമജ്ഞ കയറിയില്ലേ ദേവപ്രിയ? ആൻഡ്രോസ്, ഷാമിൽ. ഇഷാൻ, രശ്മി അഭിലാഷ്, ഏഞ്ചൽ, അവേദ്യ PS, കാശിനാഥ്, ഗോൾഡ്വിൻ. ഇനി ആരാണ് മിസ് വിളിക്കാത്ത? അഭിരാമി അല്ലെ? അഭിരാമിനെ വിളിച്ചില്ലേ ഞാൻ? ഓക്കെ, മിസ് പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സില്? ധനലക്ഷ്മിനെ വിളിച്ചു. എല്ലാരുമായി. ലക്ഷ്മി കുട്ടിയെ ഒന്ന് വായിച്ചു കേൾപ്പിച്ച മിസ്സിനെ. 3 മിനിറ്റേ ഉള്ളൂ. വേഗം വായിക്കുക. ആടിന് വെള്ളം കൊടുക്കാനുണ്ട്, പശുവിന് പുല്ല് കൊടുക്കണം, എന്തൊക്കെയോ പണിയുണ്ട് കൂട്ടുകാർക്ക്. വേഗം വായിക്കുക.
ലഹസുൻ ലസുൻ ലാസെ ലടുക്കി ലഹ്സുൻ ആട്ടോ നമ്മളെ ലഹ്സുൻ ലാസെ ലഹ്സുൻ. ഓക്കെ രശ്മി അടുത്തും കൂടെ ഒന്ന് വായിച്ചു കേൾക്കട്ടെ. വാസെ വാസെ വഡ് വാസെ വൻമാനുഷ് വാസെ വൻ. വാസെ വൻ. ആ വെരി ഗുഡ്. ഇഷാൻ ഒന്ന് വായിക്കോ? ലാസെ ലട്ടോ ലാസെ ലഹസുൻ ലാസെ ലടുക്കി വാ. വാസെ വട് വാസെ വൻമാനുഷ് വാസെ വൻ. ആ വെരി ഗുഡ്. ഗോഡ്വിൻ? ലാസെ ലഡു ലഡു അല്ല മോനെ, ലട്ടു. ലാസെ ലട്ടു ആ ലാസെ ലഗസു ലഹ്സുൻ ലഹ്സുൻ. ലാസെ ലഡ്ക്കി ആ ലഗിട്ടി ആ വാസെ വട് ഉം, വാസെ വൻമാനുഷ് ഉം. വാസെ വൻ. ആ വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ടൈം തീർന്നു. ഒരു മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ ക്ലാസ് കട്ടാവും. സി യു നെക്സ്റ്റ് പീരീഡ്. അപ്പോഴേക്കും ലാ എഴുതി തീർക്കണം. വാ എഴുതണ്ട. ലാ എന്നുള്ളത് വർക്ക് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം. ഓക്കെ ബൈ. സി യു. അത് അക്ഷരദീപത്തിലെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാ. ലാ